ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ പോണത് എവിടേക്കാണ് നമ്മൾ പോണേ? നമ്മൾ 8-ാം നമ്പറിലേക്കാണ് ഗൈസ് പോകുന്നത്. അവിടെ എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ട ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന മരത്തിൻ്റെ പാലുള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വൈറലാണ്. അപ്പോൾ നമ്മൾ പോകുന്നത് ആ സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ പോകാൻ കുറച്ച് റിസ്ക്കാണ്, ഓഫ് റോഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് ആണ് നമ്മൾ നടന്നു പോകണം. അപ്പോൾ നമ്മൾ കൂടെ തന്നെ നമുക്ക് 2 ആൾക്കാരുണ്ട്, കർണാടകയിൽ നിന്ന് വന്നിട്ടുള്ള 2 ടീംസും കൂടി ഉണ്ട്. അപ്പോൾ അവരോട് കൂട്ടിയിട്ട് നമ്മളോട് പോവാണ്. പോകാൻ പറ്റുമെന്നല്ല, എന്നാലും പോയി നോക്കാം നമ്മൾ. അപ്പോൾ പോകുന്നുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ചെറിയൊരു അരുവിയാണ് ഇത്. ഇപ്പം വെള്ളം കുറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആദ്യം നല്ല വെള്ളം ഉണ്ടെങ്കിൽ നല്ല രസമായിട്ട് കാണാൻ. ഓർമ്മല്ലേ? അതായത് സന്തോഷ് ജീപ്പ് എടുത്തിട്ടുണ്ടായില്ലേ ആ ടൈമിൽ ഇവിടെ വന്നിട്ട് ഈ കയറ്റം കയറാണ്ട് കുറെ നമ്മളന്ന് കുടുങ്ങിയെന്ന് അന്ന് കണ്ണുണ്ടായില്ലേ? കണ്ട ഓർമ്മയില്ല കണ്ട നമ്മളിവിടെ വന്നിട്ട് ജീപ്പ് കൊണ്ട് കുടുങ്ങി ലാസ്റ്റ് കയറ്റി നമ്മള്. സെക്കു ആ വീഡിയോ ഇപ്പോഴും ഉണ്ടല്ലോ ഇൻസ്റ്റയില്. ആ ടൈമില് ഇങ്ങനെ ഇത് കൊടുങ്ങും കയറിപ്പോവും. 4 വീൽ ജീപ്പല്ലേ, പിന്നെ 4 വീൽ ജീപ്പ് മാത്രമേ കയറത്തുള്ളൂ. അപ്പോൾ ഓഫ് റോഡ് ആൾക്കാർ ഡ്രൈവർമാർ എക്സ്പേർട്ട് അല്ലേ. ഇതാണ് ഗൈസ് അട്ട. അട്ടനെ കണ്ട പേടിക്കുന്ന വേണ്ട, അട്ട കടിക്കണം നല്ലത് തന്നെയാണ്. അട്ടനെടുത്ത് കളയാൻ ഒന്നില്ലെങ്കിൽ കയ്യിൽ കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ പുകലേൻ്റെ ഇലയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അട്ട, അല്ലെങ്കിൽ സാനിറ്റൈസർ ഉണ്ടെങ്കിൽ അട്ട സിമ്പിളായി പോയിക്കോളും. ഓക്കെ, ചത്തു പോയിക്കോളും. ഗൈസ് നോക്കി മുകളിൽ നോക്കി അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് എല്ലായിടത്തും ഇപ്പോൾ ഇവിടെ നിന്നാണ് പണ്ടൊരു ഏകദേശം 2 വർഷം മുന്നേ ഒരു ഉരുൾ പൊട്ടിയിട്ടുണ്ടായത് ഇവിടെ നിന്നാണ് കേട്ടോ. ഉരുൾപൊട്ടിയ സ്ഥലമാണിത്. ഇനിയിപ്പോൾ ഇനി ഈ ഒരു കയറ്റം കയറണം. ഒരു കയറ്റം കയറി ഇറങ്ങണേ.
ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ ഏകദേശം അവിടെ എത്താറായിട്ടോ. എത്തി. അത്യാവശ്യം വെള്ളവും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. അത് കാണിച്ചു തരാൻ നല്ല വെള്ളവും കാര്യമൊക്കെ ഉണ്ട്. ഇവിടെ ഇനി വരുന്ന ആൾക്കാർ സൂക്ഷിച്ച് വരിക. കാരണം മഴക്കാലം കഴിഞ്ഞ് നല്ല വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. സോ ഫൈനലി ഗൈസ് നമ്മളിത് അവിടെയാണ് ആ മരപ്പാലം വരുന്നത്. നമ്മളെ കൂടെ നമ്മൾ 2 ഗസ്റ്റ് ഉണ്ട്. നമ്മൾ ഫ്രണ്ട്സാണ്. നമ്മൾ വരുന്ന വലിയ പരിചയപ്പെട്ട ആൾക്കാരാണത്. സോ ഗൈസ് ഇതാണ് പാലം. കണ്ട കറങ്ങുള്ളത് ഇതിൽ ആടി അടിച്ചിട്ട് വെച്ചിട്ടുള്ളത്.